പട്ടിക്കോട് ചേച്ചി കിടക്കായിരുന്നു. പട്ടിനെ പിടിക്കാൻ നോക്കിയതായിരുന്നു ആദ്യം. ആദ്യം പട്ടീനെ പിടിക്കാൻ പട്ടി പിടിക്കാൻ നോക്കിയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് അതിൻ്റെ അടുത്തിന് ആട്ടുംകൂട്ടുള്ളത്. അപ്പോൾ ആടിനെ നോക്കുമ്പോൾ ഒരു രണ്ടാട്ടുണ്ടായിരുന്നു, ഒരെണ്ണത്തിനെ കാണുന്നില്ല. ഗിരാമരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് അടിച്ചത്. ഇതിലേ വലിച്ചല്ലേ. അപ്പോൾ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലെ കൊച്ചോട് ഓടി വന്ന് പറഞ്ഞു അവരുടെ ആടിനെ ഒന്ന് കടുവ പിടിച്ചു, അവരുടെ പറമ്പിൽ കടുവ കിടപ്പുണ്ടെന്ന്. അപ്പം ചേട്ടൻ പോയിട്ട് കുറച്ച് നേരം ആയിരുന്നു. അപ്പം ഞാൻ ചേട്ടനോട് വിവരം പറയാൻ വേണ്ടി ഓടി പോവാം. അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല, തിരിച്ചു പോന്നപ്പോൾ ഞാൻ ഓടി വരുന്ന സമയത്ത് കടുവയുടെ മുമ്പിൽ പെട്ടുപോയി. കണ്ടു ഇതെങ്ങനെ കിടക്കുമായിരുന്നു? ഇത് കിടക്കുമായിരുന്നു. പിന്നെ കടുവ എൻ്റെ നേരെ നോക്കി, ഞാനും നോക്കി. എണിച്ച് ഓടാനൊന്നും നോക്കുന്നില്ലായിരുന്നു. അന്നേരം താഴെ നിന്ന് കയറി വന്നിട്ടേ ഉണ്ടായിരുന്നു. കുറച്ച് മുമ്പ് 10 മിനിറ്റ് മുമ്പ് ഫോറസ്റ്റർമാർ അവിടെ നിന്ന് ഓടിച്ചപ്പോൾ നമ്മുടെ പറമ്പിലേക്ക് കയറിയതാണ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്തുള്ള അമരക്കോനി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങളെല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് സൗണ്ട് മൊത്തം പോയിരിക്കുകയാണ്. അപ്പോൾ ഉള്ള സൗണ്ടിൽ തന്നെ എടുക്കുവാണ്, അല്ലാതെ വേറെ നിവൃത്തിയില്ല. എല്ലാവരും വീഡിയോയുടെ അടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ തുടങ്ങി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇടുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ 2 ദിവസം ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു, പക്ഷേ എന്നിട്ടും ശരിയാകുന്നില്ല. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങുവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നുള്ളത് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത് കാപ്പി സെറ്റിനോടൊക്കെ അടുത്ത് കിടക്കുന്ന അമരക്കോനി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നലെ വെളുപ്പിനെ ഇവിടെ ഒരു വീട്ടിൽ ആടിനെ കടുവ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. കടുവ പിടിച്ച് കൊണ്ടുപോയി. അവരുടെ ആട്ടിൻകൂട്ടിൽ നിന്നാണ് ആടിനെ കൊണ്ടുപോയത്. ശേഷം ആടിൻ്റെ ജഡം പറമ്പിൽ വെച്ച് കിട്ടുകയായിരുന്നു. ഇത് അന്വേഷിച്ച് ചെന്ന ആളുകളും ഈ വീട്ടുകാരും അതുപോലെ തന്നെ ഫോറസ്റ്റുകാരൊക്കെ കടുവനെ നേരിട്ട് കണ്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുശേഷം ഇവിടെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ഇവിടെ വലിയ ജനങ്ങളെല്ലാം ഭീതിയിലൊക്കെ ആയിരുന്നു ഇന്നലത്തെ ദിവസം. അപ്പം നമുക്ക് ഇന്നലെ വരാൻ പറ്റാത്തതുകൊണ്ടാണ് അത് നേരിട്ട് എടുക്കാൻ പറ്റാതെ പോയത്. ഏതായാലും ഇപ്പം ഞാനിപ്പോൾ ആ പ്രദേശത്താണുള്ളത്. നമുക്ക് നേരിട്ട് ചെന്ന് ആ വീട്ടിലെ ആളോട് തന്നെ അല്ലെങ്കിൽ ആ വീട്ടുടമസ്ഥനോട് തന്നെ ചോദിക്കാം. അപ്പോൾ അവരോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഒരു പ്രദേശം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, മുഴുവൻ കൃഷിയിടങ്ങളാണ്. മാത്രമല്ല എല്ലായിടത്തും വീടുകളുള്ള ഒരു പ്രദേശമാണ്. ഇഷ്ടംപോലെ വീടുകളാണ് ഇവിടെ നിരന്ന് കിടക്കുന്നത്. തികഞ്ഞ ജനവാസ മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് കടുവേനെ കണ്ടത് ഭയങ്കര ആശങ്ക വരുത്തുന്ന ഒരു സംഭവം തന്നെ ആയിപ്പോയി. ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. നമുക്ക് ഇവിടെ ഈ ഒരു വീട്ടിലെ ആടിനെയാണ് കൊണ്ടുപോയത്. നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഇന്നലെ എത്ര മണിക്കാണ് സംഭവം ശരിക്കും നടന്നത്? ഇന്നലെ ഏകദേശം ഒരു 2 മണി കഴിച്ചിട്ടുണ്ട് അവർ. വെളുപ്പിന് അപ്പോഴാണ് ഇതെങ്ങനെ എങ്ങനെ മനസ്സിലായ? രാവിലെ ഞങ്ങൾക്കൊരു പട്ടിയുണ്ട്, അത് കൂട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ അഴിച്ചു വിടാൻ വേണ്ടി പോയ സമയത്താണ് പട്ടിക്കോട് ചേച്ചി കിടക്കായിരുന്നു. പട്ടിനെ പിടിക്കാൻ നോക്കിയതായിരുന്നു ആദ്യം. ആദ്യം പട്ടീനെ പിടിക്കാൻ നോക്കിയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് അതിൻ്റെ അടുത്തിന് ആട്ടുംകൂട്ടുള്ളത്. അപ്പോൾ ആടിനെ നോക്കുമ്പോൾ ഒരു രണ്ടാട്ടുണ്ടായിരുന്നു, ഒരെണ്ണത്തിനെ കാണുന്നില്ല. അപ്പോൾ ഈ നോക്കുമ്പോൾ അതിൻ്റെ പുൽക്കൂടിൻ്റെ സൈഡിൽ കൂടെ എല്ലാം രോമം പിടിച്ചിട്ടുണ്ട്, വലിച്ചെടുത്ത പാട് കാണുന്നുണ്ട്. അപ്പോൾ തോന്നി ഏതെങ്കിലും മൃഗം പിടിച്ചിട്ട് പോയതായിരിക്കുന്ന. ഇതിന് മുന്നേ ഇവിടെ ഇങ്ങനത്തെ ഇതിനു മുമ്പ് നമ്മുടെ ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. കടുവ ആദ്യമായിട്ടാണ്. ഇവിടെ അടുത്ത് ഫോറസ്റ്റ് വല്ലതും ഉണ്ടോ? ഇവിടെ അടുത്ത് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ അങ്ങ് പോയാൽ അങ്ങോട്ട് ഫോറസ്റ്റാണ്. ഏത്? കന്നാരമ്പുഴ അങ്ങോട്ട് പോയാൽ 1 കിലോമീറ്റർ പോകണം. 1 കിലോമീറ്റർ പോകണം. ഇങ്ങോട്ട് അങ്ങനത്തെയൊക്കെ മൃഗങ്ങൾ? ആന ഉണ്ടായിരുന്നു, ഒരു വർഷം മുൻപൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തൂക്കുവേലിയൊക്കെ വന്നേ പിന്നെ അതിന് കുറവില്ല. ഇത് പുൽപ്പള്ളിയിൽ നിന്ന് എത്ര? 4 കിലോമീറ്ററാണ്. പുൽപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 6 കിലോമീറ്റർ അല്ലേ? ആ കൂടൊന്ന് കാണിച്ചു തരാമോ? കൂട് ആട്ടുംകൂട്. നമ്മളിനി ആ ആട്ടുംകൂടാണ് കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്താണ് വീടിന് പുറകുവശത്തായിട്ടുള്ള ആട്ടിൻ്റെ കൂടിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇതായിരുന്നു പട്ടിക്കൂടൊക്കെ തള്ളി മറിച്ച് വെച്ചേക്കുമായിരുന്നു. ഇത് മറിഞ്ഞ് കിടക്കുമായിരുന്നു അല്ലേ? മറിഞ്ഞും തുറന്നു പോയില്ല, അതുകൊണ്ട് പട്ടീനെ ഇപ്പോഴത്തെ കിട്ടിയില്ല. അപ്പോൾ ഇത് രാത്രി പട്ടി കുരച്ചില്ല? പട്ടി ഇത് അങ്ങനെ കുരയ്ക്കുന്ന പട്ടിയല്ല. പുള്ളി പേടിച്ച് പോയിക്കാണല്ലോ. ആടും കരഞ്ഞൊന്നുമില്ല. ആടും കരഞ്ഞില്ലേ? ഈ കൂട്ടിൽ എത്ര ആടുണ്ടായിരുന്നു ചേട്ടാ? ഇതിൽ 2 ആടുണ്ടായിരുന്നു. 2 ആട്. അപ്പോൾ ഒരെണ്ണം
ഒരെണ്ണത്തിനടുത്ത് അന്നേരം തന്നെ വിറ്റു അത്. മറ്റേതിന് വിറ്റു. വിറ്റല്ലേ? ഇനിയിപ്പോൾ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതുകൊണ്ട് ഇതാ ഗിരാമായിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് അടിച്ചത്. ഇതിലേ വലിച്ചു പഠിച്ചല്ലേ? ഇത് കട്ടിയിരുന്നതൊക്കെ ഇതൊക്കെ കഴിച്ച കയറൊക്കെ പൊട്ടിപ്പോയതാ. ഇതാണ് പൊട്ടിപ്പോയത്. ഇത്തിരി എണ്ണയൊക്കെ വളഞ്ഞു പോയി ആണല്ലേ? ഇത് മൊത്തം അടയ്ക്കുന്ന അടുത്തുറപ്പുള്ള കൂട് തന്നെയാണ്. ഇത് അടയ്ക്കുന്ന ഡോറൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കോടെയാണ് പിടിച്ചോണ്ടേ. കൂട് ഉള്ളിൽ വേറെ തകർത്തൊന്നുമല്ല. ഇവിടെ നിന്ന് പുറത്തുനിന്ന് തല കിട്ടിയപ്പോൾ അങ്ങ് പിടിച്ചോണ്ട് പോയി. ഇതൊക്കെ ഒടിഞ്ഞു പോയി. ഇതൊക്കെ പിടിച്ചാ ചളഞ്ഞു പിടിച്ചല്ലേ? ഇവിടുന്ന് വേറെ ഇങ്ങോട്ടുണ്ടേ. രാവിലെ അപ്പോൾ എവിടെ വെച്ചാ എങ്ങനെ അന്വേഷിച്ച് പോയത് നിങ്ങൾ? പുറശ്ശേരി വന്നേ പിന്നെ അടിച്ച് പോയത്. ആണല്ലേ? ആദ്യം അവരെ വിളിച്ചു. അവരെ വിളിച്ചു. അന്വേഷിച്ച് പോയിട്ട് അപ്പോൾ ഇവിടുന്ന് എത്ര ദൂരേന്നാ? ഇവിടുന്ന് ഒരു 60 മീറ്റർ ദൂരം ഉണ്ടാവും. ആണല്ലേ? കാണുന്നത് അവിടെ അല്ലേ? അപ്പോൾ ഞാൻ കൂടെ പോയായിരുന്നു. അപ്പോൾ കുറച്ചുപേരും കൂടെ പോയത്. അപ്പോൾ അവർ പിന്നെ പോയി. അപ്പോൾ അവരവിടെ കടുക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ് എന്നോട് പെട്ടത് വീട്ടിലേക്ക് കൊള്ളാൻ പറഞ്ഞ് എന്നോട് പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടല്ലേ? അപ്പോൾ അവർ നേരിട്ട് കണ്ടു. അവർ നേരിട്ട് കണ്ടു. ആണല്ലേ? പിന്നെ നേരിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ വരുന്നു. ഡോക്ടറോട് ഞാനും കൂടെ കയറി പോയായിരുന്നു. ആ സമയത്ത് വായിക്കൾ പോകുന്ന സമയത്ത് ഡ്രൈവർ പറഞ്ഞു അവിടെ സാധനം കിടപ്പുണ്ട്. അത് നോക്കുമ്പോൾ സൈഡിൽ ഞങ്ങളൊരു 10 മീറ്റർ അകലെ ആയിരിക്കും. അത്രയും ദൂരത്തിൽ കിടപ്പുണ്ടായിരുന്നു. കണ്ടു. അല്ല അരങ്ങാതെ കിടക്കാതെ. വലിപ്പമുള്ള കടുവയാണ്. ആണല്ലേ? വലിയ കടുവയല്ലേ? നേരിട്ട് കണ്ടല്ലേ? കണ്ടു. അപ്പം ഈ ആടിനെ എങ്ങനെയാണ് ഭക്ഷിച്ച രീതിയിലായിരുന്നു, അവസ്ഥയിലായിരുന്നു? ആടിൻ്റെ 2 കാലുകൾ തിന്നായിരുന്നു. അത്രേ ഉള്ളൂ അല്ലേ? ബാക്കിയുള്ള ഭാഗം ഉണ്ടായിരുന്നു. ആണല്ലേ? ഇന്നലെ ഇവിടെ എങ്ങനെ നിരോധനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇന്നലെ നിരോധന അവരുടെയൊക്കെ പറമ്പിൽ പണിയെടുക്കാനോ പറമ്പിൽ കയറി പോകാൻ ഇന്നും സംബന്ധിച്ചിട്ടൊന്നുമില്ല. ആണല്ലേ? അപ്പം ഇതിൻ്റെ അവസ്ഥ അറിയില്ല. ഇതുവരെ കൂട്ടി കൂടി കയറിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ തീരുമാനമായിട്ട് ഒരു പറമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ആണല്ലേ? പറമ്പിലേക്ക് പോകാൻ പോലും ബുദ്ധിമുട്ടാണ്. ഈ പ്രദേശം ഉണ്ടായിരുന്നത് ഈ പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആണല്ലേ? ഈ ഭാഗത്തല്ലേ? ഇതിങ്ങനെ ഈ കുറേ ഭാഗം ആൾക്കാർ താമസമില്ലാത്ത സ്ഥലമാണ്. ഇതിൻ്റെ പുറകോട്ടൊക്കെ വീടുകളുണ്ടാവും? ഇല്ല, പുറകോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങേ റോഡിൻ്റെ സൈഡിലുള്ള പിന്നെ വീടുള്ളൂ. ആണല്ലേ? ഇപ്പം ഇത് തോട്ടങ്ങളാണ് മൊത്തം? തോട്ടങ്ങളാണ്. അല്ല ചേട്ടൻ്റെ പറമ്പിൽ മൊത്തം? അല്ല, ഇത് പല ആൾക്കാരുടെ സ്ഥലങ്ങളാണ്. അല്ലേ? അപ്പോൾ ഇപ്പോൾ കൂട് വെച്ചേക്കുന്ന എവിടെയായിട്ടാണ്? കൂട് വെച്ചേക്കുന്നത് ഈ പറമ്പിൻ്റെ സൈഡായിട്ടാണ്. അങ്ങ് സൈഡിലായിട്ടല്ലേ? ഈ സ്ഥലത്തിന് വീതി കുറവാണ്. അപ്പോൾ അത് കുറച്ച് നിങ്ങളോട് കൂട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ? ഇന്ന് എന്തെങ്കിലും അവർ ഇന്ന് ഇത് കൂടി കയറിയിട്ടില്ലെന്നാണ് അറിയുന്നത്. ആണല്ലേ? പോയി നോക്കിയായിരുന്നോ? ഇല്ല, പോയി നോക്കില്ല. അവർ പറഞ്ഞതാ. ആണല്ലേ? ഈ ആടിന് നഷ്ടപരിഹാരം അങ്ങനെ വല്ല അതിലുള്ള കോമ്പൻസേഷനുള്ള പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പോയിന്ന്. ആണല്ലേ? നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ ഈ ഒരു കൂട്ടിൽ കിടന്ന ആടിനെയാണ് കടുവ കൊണ്ടുപോയത്. നമുക്കിത് ഇവിടെ ആടിൻ്റെ രോമവും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാം. ഇവിടെ നിന്നാണ് വലിച്ചുകൊണ്ട് പോയത്. ആടിനെ കെട്ടിയിരുന്ന കയറാണിത്. അപ്പോൾ ചേട്ടൻ രണ്ടാമത്തെ ആടിനെ വിറ്റു എന്നാണ് ഇപ്പോൾ നമുക്ക് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ഈ പറമ്പ് ഭാഗത്താണ് കടുവ ഇന്നലെയൊക്കെ രാവിലെയും പകലും ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ആ മുകളിലേക്കൊന്നും കയറി പോകാനായിട്ട് പറ്റില്ല. ഇത്ര അടുത്താണ് വീടുകളും കാര്യങ്ങളും ഉള്ളത്. ചേട്ടൻ ഇവിടെ എത്ര വർഷമായി താമസിക്കുന്നു? ഞങ്ങളിവിടെ വർഷം കുറേ ആയില്ലേ. ചേട്ടൻ ഇവിടെ എത്ര വർഷമായിട്ട് താമസിക്കുന്ന? ഞങ്ങൾ പറഞ്ഞാലതൊരു 70 കൊല്ലം ഉണ്ടാവും. എന്നുണ്ടാവും അല്ലേ? അപ്പം ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഈ പ്രദേശത്ത്? പ്രദേശം എന്ന് പറഞ്ഞാൽ 56 ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ എത്ര ദൂരമുണ്ട്? 56 2 കിലോമീറ്റർ ആ ഭാഗത്തേക്ക് ആണല്ലേ? ഈ ഭാഗത്തേക്ക് ചേട്ടൻ്റെ ഒരു വീട്ടിലെ ഒരു ആദ്യത്തെ സംഭവങ്ങളെ കൊണ്ടുവന്ന ആദ്യമായിട്ടല്ലേ? കഴിഞ്ഞ വർഷമാണ് മുള്ളംകൊല്ലിയിലൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഭാഗത്തൊക്കെ അതൊക്കെ അത്യാവശ്യം ദൂരമല്ലേ ഇവിടെ? മുള്ളംകൊല്ലി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? മുള്ളംകൊല്ലി ഇവിടെ നിന്ന് എന്താ ഒരു 5-8 കിലോമീറ്റർ എന്തായാലും ഇല്ല ദൂരമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ വീടിന് തൊട്ട് ചേർന്നുള്ളൊരു വീട്ടിലാണുള്ളത്. ഈ ചേച്ചി കടുവേനെ നേരിട്ട് കണ്ടുവെന്നാണ് അറിയാനായിട്ട് പറ്റിയത്. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജെസ്സി. ചേച്ചി എപ്പോഴാണ് ഇത് കടുവേനെ കണ്ടെന്ന് പറഞ്ഞു? കടുവേനെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 8 മണിയാകുമ്പോൾ ചേട്ടൻ ഇന്ന് പറമ്പിലേക്ക് പണിക്ക് പോകുന്നതായിരുന്നു. ഇന്നലെ
അപ്പോൾ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലെ കൊച്ചോട് ഓടി വന്ന് പറഞ്ഞു അവരുടെ ആടിനെ ഒന്ന് കടുവ പിടിച്ചു, അവരുടെ പറമ്പിൽ കടുവ കിടപ്പുണ്ടെന്ന്. അപ്പം ചേട്ടൻ പോയിട്ട് കുറച്ച് നേരം ആയിരുന്നു. അപ്പം ഞാൻ ചേട്ടനോട് വിവരം പറയാൻ വേണ്ടി ഓടി പോകുന്ന സമയത്ത് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കണ്ടില്ല. അതായത് ഇപ്പം ആടിനെ പിടിച്ച പ്രദേശത്ത് അങ്ങോട്ടാണ് ചേട്ടൻ പോയത്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഞങ്ങളുടെ പറമ്പുള്ളത്. അപ്പോൾ ചേട്ടനെ വിളിക്കാൻ വേണ്ടി പോയ വഴിക്ക് അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല. തിരിച്ചു പോന്നപ്പോൾ ഞാൻ ഓടി വരുന്ന സമയത്ത് കടുവയുടെ മുമ്പിൽ പെട്ടുപോയി. കണ്ടു ഇതെങ്ങനെ കിടക്കുമായിരുന്നു? ഇത് കിടക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഞാൻ തിരിച്ചോടി. പിന്നെ കടുവ ഉണ്ടെന്ന് വല്ല മനസ്സിലായോ? പിന്നെ കടുവ എൻ്റെ നേരെ നോക്കി, ഞാനും കണ്ടു നോക്കി. എണീച്ച് ഓടാനൊന്നും നോക്കുന്നില്ലായിരുന്നു. അന്നേരം താഴെ നിന്ന് കയറി വന്നിട്ടേ ഉണ്ടായിരുന്നു. കുറച്ച് മുമ്പ് 10 മിനിറ്റ് മുമ്പ് ഫോറസ്റ്റർമാർ അവിടെ നിന്ന് ഓടിച്ചപ്പോൾ നമ്മുടെ പറമ്പിലേക്ക് കയറിയതാണ്. അപ്പം അങ്ങനെ കയറി വന്ന് അന്നേരമാണ് ഞാൻ എൻ്റെ തിരിച്ചുള്ള വരവ് ചേട്ടനോട് പറഞ്ഞിട്ട്. അപ്പം അന്നേരം എന്തായാലും ഞാൻ ഇതുണ്ടെന്നൊരു പ്രതീക്ഷയിലല്ല. ഏകദേശം എത്ര ദൂരം അടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട്? തൊട്ടടുത്തുനിന്ന് തന്നെ പറഞ്ഞാൽ കണ്ടു. പുല്ലിൻ്റെ അകത്ത് കിടന്നത് ഒരു കാപ്പിയുടെ ചുവട്ടിലായിട്ട് ഞാൻ നടന്നു പോകുന്ന വഴിയുടെ തൊട്ട് താഴെയായിട്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു പോയി കാണില്ല? പേടിച്ചു. അല്ലാതെ പേടി ശരിക്കും അങ്ങ് പേടി വന്നായിരുന്നെങ്കിൽ ഞാൻ അവിടെ വീണ് പോയാലേ. എന്തായാലും ഓടാനുള്ള ധൈര്യം സംഭരിച്ചൊക്കെ ഓടി. ഇതിന് മുന്നേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ? ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുമില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കടുവ അവിടെ ഇവിടെയൊക്കെ വന്നു. ഈ പ്രദേശത്ത് എങ്ങനെ വന്നിട്ടുണ്ടോ? ഈ പ്രദേശത്ത് തൊട്ടടുത്ത പ്രദേശത്തൊന്നും അങ്ങനെ വന്നിട്ടില്ല, ദൂരെയൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചിക്ക് ഇങ്ങനെ ആടൊക്കെ ഉണ്ടായിരുന്നോ? ഇവിടെ നമുക്ക് വളർത്തുമൃഗങ്ങൾ എന്തെങ്കിലും ഇല്ല, വളർത്തുമൃഗങ്ങളൊന്നും ഇല്ല. ഇതുവരെ അങ്ങനെ പോയിട്ടുള്ള ഇത് ഇല്ലല്ലേ? പിന്നെ ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഇനിയിപ്പോൾ പറമ്പിൽ എന്തെങ്കിലും പണിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാപ്പിയുണ്ട്, മുളകുണ്ടോ ഒക്കെ പറിക്കാനൊക്കെ ഇനിയിപ്പോൾ ഇതുവരെ കൂട്ടി കയറിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു. ഇവിടെ തൊട്ടടുത്ത് തന്നെയല്ലേ കൂട് വെച്ചേക്കുന്നത്? അതെ, കൂടുപ്പ് അടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ കയറിയിട്ടില്ല, ഇതുവരെ ഈ സമയം വരെ കയറിയിട്ടില്ലെന്ന് അങ്ങനെ പറഞ്ഞു കേട്ടത്. ഇപ്പം അത് കാരണം പറമ്പിലേക്കൊന്നും ഇറങ്ങി പോകാനും പറ്റുന്നില്ല. ഇപ്പം വിളവെടുപ്പ് സമയമല്ലേ നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ. ഈ കറക്റ്റ് സമയത്ത് തന്നെ ഇങ്ങനെ വരുന്ന വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പറമ്പിലേക്ക് പോകരുതെന്നൊക്കെ എന്തെങ്കിലും നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ? ഇന്നലെ മൈക്ക് അനൗൺസ് ഉണ്ടായിരുന്നു, എല്ലാവരും ജാഗ്രത പാലിക്കണം, ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് കടുവ, അപ്പോൾ ആരും പുറത്തേക്ക് ഇറങ്ങരുത് എന്നും പറഞ്ഞ് മൈക്ക് അനൗൺസ് ഉണ്ടായിരുന്നു. ചേച്ചീനെ കണ്ടിട്ട് കടുവ അനങ്ങിയില്ലെന്ന് പറഞ്ഞു. ഇതിനെന്തെങ്കിലും പരിക്കുള്ളതായിട്ട് വല്ലതും പെട്ടെന്ന്? അപ്പം നമ്മൾ പരിക്കുണ്ടോന്ന് നമ്മൾ നിന്ന് നോക്കുന്നില്ല. കടുവ എന്ന് കണ്ടു കഴിയുമ്പോൾ ഇല്ല അങ്ങനെയൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. വലിയ കടുവ തന്നെയല്ലേ? നല്ല വലിപ്പമുള്ള കടുവ. നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ ചെറിയ കടുവകളെയല്ലേ കണ്ടേക്കുന്നത്. ഇപ്പം ഇത് നല്ല വലിപ്പമുള്ള കടുവയാണ്. നമ്മളിപ്പോൾ ഈ ഒരു പ്രദേശവും ഈ റോഡും ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ആ ചേച്ചിയോട് സംസാരിച്ച് ഈ വീട്ടിലാണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം സംസാരിച്ച ആ ചേട്ടൻ്റെ വീട് ഈ ഒരു പബ്ലിക് ഹെൽത്ത് സെൻ്ററിൻ്റെ PHCയുടെ തൊട്ട് അപ്പുറത്തായിട്ടുള്ള വീടാണ്. ഈ കാണുന്ന വണ്ടി കിടക്കുന്ന ഈ ഒരു വീടാണ്. അതായത് ഇതെല്ലാം ഇവർ രണ്ടുപേരും അയലോക്കംകാരാണ്. ഇവരുടെ വീടിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ഒരു സംഭവം നടന്നത്. വീടിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് കടുവ ആടിനെ പിടിച്ച് ഇട്ടിരുന്നത്. ആ ഒരു പ്രദേശത്താണ് ഇവർ രണ്ടുപേരും കടുവേനെ നേരിട്ട് കണ്ടു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പോൾ ആ പറയുന്നത് കേട്ട പോലെ തന്നെ ആ ചേച്ചി പറഞ്ഞത് നമ്മൾ കേട്ടു. ചേച്ചി ഓടിച്ചെന്ന് കടുവയുടെ മുമ്പിൽ, അതായത് ഒരു 5 അല്ലെങ്കിൽ 5-10 മീറ്റർ പോലും ഇല്ലാത്ത അത്രയും അടുത്ത്, കടുവയുടെ അടുത്ത് ചേച്ചി അത്രയും മുഖാമുഖം കടുവേനെ ചേച്ചി കണ്ടതാണ്. അപ്പം അങ്ങനെ കണ്ടിട്ട് പോലും കടുവ ചേച്ചീനെ ഒരു തരത്തിലും അറ്റാക്ക് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം പോലും നടത്തിയിട്ടില്ല. കടുവ അവിടെ നിന്ന് എണീറ്റിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു നിഗമനം എൻ്റെ ഒരു നിഗമനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കടുവ പ്രായമുള്ള കടുവയാകാനായിട്ടാണ് സാധ്യത. അതിന് എണീറ്റ് നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അത്. അല്ലെങ്കിൽ നമുക്കറിയാം, പൊതുവേ മനുഷ്യരെ കണ്ടാൽ ഓടി മാറുന്ന ഒരു ജീവിയാണ് കടുവ. അങ്ങനെ പൊതുവേ മനുഷ്യനെ നേരിട്ട് അറ്റാക്ക് ചെയ്യാറില്ല. ഒന്ന് അറ്റാക്ക് ചെയ്ത കടുവയാണെങ്കിൽ പിന്നെ അറ്റാക്ക് ചെയ്യും. പക്ഷേ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ അത്ര അടുത്ത് ആളെ കിട്ടിയിട്ട് പോലും കടുവ അവിടെ നിന്ന് എണീക്കാനുള്ളൊരു ഭാവം പോലും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ ചേച്ചി പറയുന്ന രീതി വെച്ചാണെങ്കിൽ നല്ല വലിപ്പമുള്ള കടുവയാണ്, നല്ല പ്രായമുള്ള കടുവയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പ്രായാധിക്യം മൂലം എണീറ്റ് നടക്കാനായിട്ടൊക്കെ അല്ലെങ്കിൽ അത് ഏറെ പിടിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കടുവ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. അല്ലാതെ ആടിനെയൊക്കെ പൊതുവേ കടുവ പിടിക്കാനുള്ള ചാൻസസ് തീരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ പല റബ്ബർ തോട്ടങ്ങളും കാട് പിടിച്ച് കിടക്കുകയാണ്.
റബ്ബറൊന്നും വെട്ടാതെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇത്തരം വന്യമൃഗങ്ങൾക്കൊക്കെ ഇവിടെ തമ്പടിച്ച് കൂടാനായിട്ടുള്ള അവസരം ഒരുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിപ്പോൾ നമ്മളിവിടെ നിന്നപ്പോൾ ഒരു പറമ്പിൽ കണ്ട കേട്ടോ ഈ മാനിനെ. ഇപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പറമ്പ് മര്യാദയ്ക്ക് ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ട് കാട്ടുമൃഗങ്ങളൊക്കെ ഈ നാട്ടിലെ പറമ്പിലേക്കൊക്കെ വന്ന് തമ്പടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ആടിനെ പിടിച്ച ആ ഒരു ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആടിനെ ഇങ്ങനെ പുറകുവശം ഭക്ഷിച്ച രീതിയിലാണുള്ളത്. 2 കാലും ആടിൻ്റെ തിന്നിട്ടുണ്ട്. ഏകദേശം കുടലും കാര്യങ്ങളൊക്കെ പുറത്ത് കിടക്കുന്ന രീതിയിലാണ് ആടിൻ്റെ ജഡം കണ്ടെത്തിയത്. അപ്പോൾ ആടിൻ്റെ ജഡം കണ്ടാലും നമുക്ക് മനസ്സിലാവും ആടിൻ്റെ 2 കാലും അതുപോലെ തന്നെ ഭക്ഷിച്ച രീതിയിലായിരുന്നു. മാത്രമല്ല പുറകുവശത്തെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഭക്ഷിച്ചിട്ടുള്ളൂ. അത്രയും വലിയൊരു കടുവ ഒരു കുറച്ച് ഭാഗം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഈ ഒരു കടുവയ്ക്ക് അധികമൊന്നും ആരോഗ്യം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത തീരെ കുറവാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ പല്ല് കൊഴിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാനാണ് സാധ്യത. ഏതായാലും ഈ ഒരു പ്രദേശത്ത് ഇത് മുന്നേ അങ്ങനെ കടുവയുടെ ശല്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു കടുവേനെ പിടിക്കാനായിട്ടുള്ള കൂട് വെച്ചത് നമുക്കറിയാം. നമ്മളിപ്പോൾ കണ്ട ഈ വീട്ടിലെ ആടിനെയാണ് കടുവ പിടിച്ചത്. ഈ ഒരു വഴിക്കാണ്, ഇവിടുന്ന് ഇച്ചിരി ഉള്ളിലോട്ടുള്ള സ്ഥലത്താണ് കൂട് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏതായാലും അവിടെ അങ്ങോട്ട് ഒറ്റയ്ക്ക് നമ്മളേതായാലും പോകുന്നില്ല. ഈ ഒരു പ്രദേശത്ത് കടുവാ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നമ്മളേതായാലും ഒറ്റയ്ക്ക് പോകുന്നില്ല. ഈ ഒരു ഭാഗത്ത് ഇവിടെയായിട്ടാണ് കൂട് വെച്ചിരിക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് പെട്ടെന്ന് ഇങ്ങനെ കടുവയുടെ ഒരു ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രദേശത്ത് സത്യം പറഞ്ഞാൽ ഇവർ ഭയങ്കര പേടിയിൽ തന്നെയാണ്. ഈ ഒരു പ്രദേശം നമ്മൾ ഇത്രയും നേരം ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് ഒരു മനുഷ്യൻ്റെ ഈ റൂട്ടിൽ കൂടെ നടന്നു പോകുന്നത് നമ്മൾ കാണുന്നില്ല കേട്ടോ. മൊത്തം ഒരു വിജ്ജനമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ പാടെ പക്ഷികളുടെ വെച്ച് മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴും ഒരു വണ്ടി ഒരു ഇതിൽ പോയാൽ മാത്രമേ ഉള്ളൂ. ഇത് അത്യാവശ്യം ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. വലിയ ഏരിയയാണ്. അത്യാവശ്യം വീടുകളാണ്. എല്ലായിടത്തും ഈ വരുന്ന പോകുന്ന ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള എല്ലാ വഴി കൂടെ ഒക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കാടൊക്കെ ഇവിടുന്ന് 1-1.5 കിലോമീറ്ററൊക്കെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച. അപ്പോൾ വരും ദിവസങ്ങൾ ഒരുപക്ഷെ ഈ ഒരു കടുവേനെ കൂട്ടിക്കയറാനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ടാവില്ല. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.